ഈ തുടർച്ചയായി ഭരണം കിട്ടുമ്പോൾ ബംഗാൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത വേണം എന്നൊരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണമെന്നും പാർട്ടി അധികാര കേന്ദ്രങ്ങളാണെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്ഷേത്രങ്ങളിലെത്തുന്ന വിശ്വാസികളായ സ്ത്രീകളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP ശ്രമിക്കുന്നതായും മഹിളാ അസോസിയേഷൻ ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആകുന്നില്ല എന്നും സ്വയം വിമർശനപരമായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അരുൺ, ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് BJP സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഏരിയകൾ എന്തൊക്കെയാണ്, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ബംഗാളിനെ സംബന്ധിച്ചുള്ള പരാമർശം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ പലയിടത്തും നേതൃത്വം ആക്സസിബിൾ അല്ല, അല്ലെങ്കിൽ നേതൃത്വത്തിന് സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിലാണ് നേതൃത്വം എന്നൊരു വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ അങ്ങനെ ആത്മവിമർശനപരമായി തന്നെ പാർട്ടി ഇക്കാര്യങ്ങളെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ CPI സമ്മേളനങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. വിമർശനവും സ്വയവിമർശനവും ഒക്കെ ഉണ്ടാകും. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. ഒരു പ്രധാനപ്പെട്ട കാര്യം, തുടർഭരണത്തിൽ CPM തുടർച്ച ഉറപ്പിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും അത് വലിയ അപജയങ്ങൾക്കും വഴിയുണ്ടാകും. പാർട്ടിയിൽ സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് CPI സമ്മതിക്കുന്നുണ്ട്. ബംഗാൾ അവർക്കൊരു പാഠമാണ്. 30-35 വർഷത്തോളം തുടർച്ചയായി ഭരിച്ച ബംഗാൾ അവർക്കൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊള്ളണമെന്നൊരു നിർദ്ദേശം കൂടി ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല, ചില മന്ത്രിമാരുടെ പ്രവർത്തനം വിചാരിച്ചതിനത്ര ഉയർന്നിട്ടില്ല എന്നൊരു പരാമർശം ഈ രേഖയിലുണ്ട്, പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. അതും അത്തരം കാര്യങ്ങളും ഇന്ന് ഈ സംഘടനാ റിപ്പോർട്ട് ചർച്ചയിൽ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ കൂടുതൽ നേതാക്കൾ എല്ലാവരും ഈ ബീച്ച് റോഡിൽ നടക്കുമ്പോൾ ബീച്ചിൽ തന്നെ നടക്കുകയാണ്. ധനമന്ത്രി തോമസ് ഐസക്, മുൻ ധനമന്ത്രി തോമസ് ഐസക്, CPI കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന് ഈ ബീച്ചൊന്നും അത്ര ഈ ബീച്ച് എല്ലാവരും ഈ റോഡിൽ കൂടെയാണ് പോകുന്നത്. ടാറിട്ട് റോഡോ സ്പീഡിൽ നടന്നു പോവാം. ഇതെന്നാ ബീച്ചാണ് തിരഞ്ഞെടുത്തത്. വളരെ ബുദ്ധിമുട്ടില്ലേ നടന്നു നീങ്ങാൻ? എഫർട്ട് കൂടും മണ്ണിൽ കൂടി നടക്കാനായിട്ട്. മൺതിട്ടേ കൂടി നടക്കുമ്പോ, ബീച്ച് നടക്കുമ്പോ അങ്ങനെ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചൊന്ന് കാലുമൊക്കെ നനയൊക്കെ ചെയ്യുന്ന ഒരു രസമാണ്. ഈ തുടർഭരണം എന്ന വലിയൊരു പ്രതീക്ഷയിൽ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അത് എത്രത്തോളം എഫർട്ട് വേണ്ടി വരും അവിടേക്ക് എത്താൻ? തുടർഭരണത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കാൻ പോണത്. തുടർഭരണം കിട്ടി എന്നൊന്നും ഗ്യാരണ്ടിയില്ല. പക്ഷെ അതിനുവേണ്ടിയാണ്, അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. വലിയ നേട്ടം നേടാൻ പറ്റും, ഒരു തുടർഭരണം കൊണ്ടുവരാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു തിരിച്ചുവരവിന്റെ അടിത്തറ കേരളത്തിൽ നിന്നാണ്. കേരളത്തെക്കുറിച്ച് പഴയൊരു പുസ്തകമുണ്ട് കേട്ടോ, കേരള എനാൻ ഓഫ് ഇന്ത്യ, വിക്ടർ ഫിച്ചിന്റെയാണ്. വെച്ചാൽ എനാൻ ഒരു താവളമാണ്, അവിടുന്ന് മാവു പിന്നീട് അങ്ങ് പോയി. കേരളം അതുപോലെ. ഈ ബംഗാള് ഒരു പാഠവുമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് റിപ്പോർട്ടിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. റിപ്പോർട്ട് ഉണ്ടെന്ന് അങ്ങ് പറയില്ല, ഏതായാലും ഞങ്ങൾ അങ്ങനെ പറയുന്നു. റിപ്പോർട്ടിൽ ബംഗാൾ ഒരു പാഠമായി കാണണം. തുടർഭരണം അവിടെ പാർട്ടി എത്തിച്ച അവസ്ഥ അറിയാമല്ലോ. അപ്പൊ അതൊരു മുന്നറിയിപ്പ് കൂടിയല്ലേ അത്? ജാഗ്രത പുലർത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തുടർഭരണം വേണ്ട, ഒന്നരാടം മതി എന്നുള്ളതല്ല അതിൽ നിന്ന് പഠിച്ച പാഠം. പക്ഷെ അതിൽ നിന്ന് പഠിച്ച പാഠം ഉണ്ടായിരിക്കുന്ന ചില ദൂഷ്യങ്ങള്, ആ ദൂഷ്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം. അതിനുവേണ്ടിയിട്ട് പാർട്ടി മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇത് ജാഗ്രതപ്പെടുത്തിയതാണ്. എന്നിട്ടും ചില പോരായ്മകളുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ കർശനമായിട്ട് തെറ്റുകൾ തിരുത്തുന്നതിനും പാർട്ടിയിൽ ഇങ്ങനെയുള്ള അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ ഇല്ലാതാക്കുന്നതിനും ശക്തമായ നടപടികൾ ഈ സംഘടനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുണ്ടാവും. ഈ വികസന രേഖ ഇന്നലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. നാളെ അതിൽ വിശദ ചർച്ച നടക്കാനിരിക്കുകയാണ്. ഈ വികസന രേഖ വരുമ്പോൾ ഈ സെസ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വേണം. ഈ സാമ്പത്തിക നില അനുസരിച്ച് സെസ് ഏർപ്പെടുത്താൻ എല്ലാവർക്കും സാർവത്രിക സൗജന്യം കൊടുക്കേണ്ട എന്നൊരു നിർദ്ദേശമുണ്ട്. അങ്ങനെ എന്തെങ്കിലും? അത് പുതിയ കാര്യമല്ലല്ലോ, എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണല്ലേ. ഒന്ന്, കേരളത്തിൽ യൂസർ ഫീ എന്ന് പറഞ്ഞ പുതിയ കാര്യമൊന്നുമല്ല. ഇന്ത്യ രാജ്യ ജനങ്ങളുടെ 2.8% ഉള്ളൂ കേരളം. ഇന്ത്യയിലെ നികുതിയേതര വരുമാനത്തിന്റെ 5% കേരളത്തിൽ നിന്നാണ്. ഇനിയിപ്പോ ലോട്ടറി മാറ്റി നിർത്തിയാൽ പോലും 3.5-4% വരും. അപ്പോ നമുക്ക് ഇപ്പൊ തന്നെ യൂസർ ഫീ ഉണ്ട്. പക്ഷെ
സംസ്ഥാന സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിച്ചേ തീരും. സംസ്ഥാന സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള പോംവഴികളെ കുറിച്ച് നിശ്ചയമായിട്ടും സമ്മേളനം ചർച്ച ചെയ്യും. ചർച്ച ചെയ്തേ പറ്റുമോ? ഈ കിഫ്ബി ടോൾ ഉൾപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നേരത്തെ വന്നിട്ടുള്ളതാണ് അല്ലേ? അത് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതല്ലേ, മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞ കാര്യമല്ലേ. പക്ഷേ പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടാവും. കാരണം കിഫ്ബി കേരളത്തിന് വലിയ പ്രതീക്ഷയാണ്. കിഫ്ബിയിലൂടെ പ്രൊജക്ടുകൾ നമ്മൾ നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ മുഖച്ഛായം മാറ്റും. അത് തടയാനാ കേന്ദ്രം ശ്രമിക്കണേ. തടയാൻ ശ്രമിക്കുന്നത് എങ്ങനെയാ? കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയാണെന്ന് പറഞ്ഞ് നമ്മുടെ സാധാരണഗതിയിലുള്ള വായ്പ വെട്ടിക്കുറയ്ക്കുകയാണ്. അതോടെ നമ്മുടെ ബഡ്ജറ്റ് അവതാളത്തിലാവുകയാണ്. അതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരാ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നമ്മൾ അവരുടെ പല കാര്യങ്ങളും അനുസരിച്ചേ തീരൂ. അപ്പോൾ പിന്നെന്താ ഒരു വഴി? ആ വഴിയാണ് നമ്മൾ തേടുന്നത്. കേന്ദ്രം പറയുന്ന പോലെ എല്ലാം സംസ്ഥാന സർക്കാരിലാണ് കൊടുക്കുന്നത്. അത് റവന്യൂ ജനറേറ്റിംഗ് സ്ഥാപനമാണ്. അതിൽ നിന്നാണ് അവരുടെ വായ്പ അവർ തിരിച്ചടക്കുന്നത് എന്ന് വാദിച്ച് സ്ഥാപിക്കാൻ പറ്റണം. വേണ്ടുന്ന കോടതി പോകേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ കേന്ദ്രത്തിനെതിരായ ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. അല്ലാതെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് വരുമാനം ഇതുവഴി ഉണ്ടാക്കിക്കൊള്ളാം എന്ന് കണ്ടുകൊണ്ടുള്ള നീക്കമല്ല കിഫ്ബിയുടെ സെസ്. കേന്ദ്രം സഹായിക്കേണ്ട രീതിയിൽ സഹായിച്ചാൽ ഒരു പക്ഷത്തെ ഒഴിവാക്കാനും കഴിയുമായിരിക്കും അല്ലേ? ആ കോടതി പോയിട്ട് നമ്മൾ 13,500 കോടി രൂപ കിട്ടിയില്ലേ? കോടതി പോയി കേസ് നടത്തിയിട്ട് ഇനിയിപ്പോ ഇതും മാറ്റം വരുത്തിയിട്ട് സുപ്രീം കോടതി പോയ ഉറപ്പാണെന്ന് കേന്ദ്രത്തിന് വാദിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് ഞങ്ങൾ വെട്ടിക്കുറക്കണത്? അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കൊന്നും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനും വായ്പ എടുക്കാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് കേന്ദ്രം നമ്മുടെ കിഫ്ബിയെ നശിപ്പിക്കാൻ നോക്കുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കേരളം ഉയർത്തുന്നു. ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വേണം കിഫ്ബി വഴിയുള്ള സെസ്സിനെ കാണാൻ. അതുതന്നെയാണ് മുൻ ധനമന്ത്രി സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടായേ മതിയാകൂ. പുതിയ വഴി രാവിലത്തെ നടത്തം മുടക്കണ്ട. അദ്ദേഹം സംസാരിച്ച് മണലിലൂടെ സംസാരിച്ച് നടക്കുന്നത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ ഒന്ന് ഇരുന്നു. അദ്ദേഹത്തിന്റെ നടത്തം മുടക്കണ്ട. എന്തായാലും രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും ഈ റിപ്പോർട്ടിൽ വിമർശനമുള്ളതായി അറിയുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ അത്തരമൊരു പരാമർശമുണ്ട്. പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ മന്ത്രിമാർക്ക് പ്രതിരോധിക്കാനായില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ ധനമന്ത്രിയായിരുന്നപ്പോൾ കിഫ്ബി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പലതും പിറകോട്ടുള്ള പോക്കാണ്. അത് അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു കേന്ദ്രത്തിനെതിരായ പ്രതിരോധമായി വേണം കാണാൻ എന്ന ആ ആഹ്വാനമാണ് അതിൽ നിന്ന് എടുക്കേണ്ട പോയിന്റ് എന്ന് തോന്നുന്നു. VV അരുണാണ് കൊല്ലത്ത് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിവരങ്ങൾ നൽകിയത്. സമ്മേളന നഗരിയിൽ അല്ല, രാവിലെ സമയത്ത് അവരൊക്കെ ഉള്ളത് ഇങ്ങനെ ബീച്ചിലും റോഡിലൊക്കെ ആയിട്ട് നടത്തത്തിലാണ്. ആ സമയത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി